പാലപ്പിള്ളി കാരിക്കുളത്തുകാർ ഇത്തവണയും പാലം കെട്ടി പുഴ കടന്ന് ഷഷ്ടി ആഘോഷിച്ചു. ഇനി ആണ്ട് നേർച്ചയും കൂടി കഴിഞ്ഞാൽ പാലം പൊളിക്കും. 4 പതിറ്റാണ്ടായി കാരിക്കുളത്തുകാർ കുറുമാലിപ്പുഴയിൽ താൽക്കാലിക പാലം കെട്ടിയാണ് ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഷഷ്ടിയും 907 ജാറത്തിലെ ആണ്ട് നേർച്ചയും ആഘോഷിക്കുന്നത്. എല്ലാ ജനുവരിയിലും കാരിക്കുളത്തെ നാട്ടുകാർ പിരിവെടുത്താണ് പുഴയിൽ നടപ്പാലം പണിയുന്നത്. ഇല്ലെങ്കിൽ പാലപ്പിള്ളിക്കാർക്ക് കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു വേണം കാരിക്കുളത്തെത്താൻ. കാരിക്കുളം കടവിൽ പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലത്തിനായി കോടികൾ വകയിരുത്തിയിട്ടും അധികൃതർ തുടർ നടപടി എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാരിക്കുളത്ത് സ്ഥിരം പാലത്തിനായി 1976 മുതൽ നാട്ടുകാർ മുഖ്യമന്ത്രിക്കും അധികാരികൾക്കും നിവേദനം നൽകുന്നുണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പൗണ്ട് മുതൽ കാരിക്കുളം കടവ് വരെയും പുഴയ്ക്കക്കരെ ഓത്തനാട് മുതലും സഞ്ചാരയോഗ്യമായ റോഡുണ്ട്. 2 റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പുഴയിൽ പാലമോ റെഗുലേറ്റർ കം ബ്രിഡ്ജോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിക്കും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരനായ സുരേഷ് ചെമ്മനാടൻ പറയുന്നു. 1971 മുതൽ ഈ കാരിക്കുളം കടവ് പാലത്തിന് വേണ്ടിയിട്ട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും റവന്യൂ മന്ത്രിക്കും പരാതികൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കാരിക്കുളത്തുകാർ പാലപ്പിള്ളി വഴി 7 കിലോമീറ്റർ ദൂരം അധികം സഞ്ചരിച്ചാണ് വരന്തരപ്പള്ളിയിൽ എത്തുന്നത്. പാലം യാഥാർത്ഥ്യമായാൽ പൗണ്ട് വഴി വരന്തരപ്പള്ളിയിൽ നിന്നും എളുപ്പം കാരിക്കുളം, പാലപ്പിള്ളി, ചിമ്മിനി, കുണ്ടായി, ചൊക്കന, കോടാലി, അതിരപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് പോകാനാകും. TCV പുതുക്കാട്.